നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുപോലെ ഒരു പ്ലെയിൻ ലാൻഡേ വന്നിട്ട് റൺവേ തൊട്ടില്ലാന്ന സിറ്റുവേഷൻ പിന്നെയും മുകളിലേക്കും ഇതെന്താ പൈലറ്റിനും പണി അറിഞ്ഞൂടെ? ഒരുപാട് പേര് എന്നോട് ചോദിച്ച ചോദ്യമാണിത്. പൈലറ്റിന് ശരിക്കും ലാൻഡ് അറിയാത്തതുകൊണ്ടാണ് പ്ലെയിൻ പിന്നെയും മുകളിലേക്ക് കൊണ്ടുപോകുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ട പ്രൊസീജിയറിനെ ഏവിയേഷനിൽ പറയുന്നത് ഗോ ഓൺ പ്രൊസീജിയർ എന്നാണ്. ഇച്ചിരി കടിച്ചപ്പൊട്ടാത്ത വാക്കാണ്. സോ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എ ഗോ ഓൺ. ഒരു പൈലറ്റിന് സേഫ് ലാൻഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പ് തോന്നിയാൽ ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് ആ ലാൻഡിംഗ് അറ്റംപ്റ്റ് അദ്ദേഹം അബോർട്ട് ചെയ്ത് വിമാനത്തെ പിന്നീട് മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഗോ ഓൺ എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു പേടി തോന്നാം. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും തോന്നും, ഇത് 100% സേഫ് ആണോ? യെസ്, ഇറ്റ്സ് 100% സേഫ്, ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്, മെയിൻലി സിറ്റുവേഷണൽ അവയർനെസ്. ഒരു പൈലറ്റിന് സിറ്റുവേഷണൽ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രൊസീജിയർ സേഫ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ഒരുപാട് ഫോഴ്സസ് ഇതിൽ ഇൻവോൾവ് ആണ്, വിച്ച് ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് വീഡിയോ. രണ്ടാമതായിട്ട് ക്യാപ്റ്റനും കോ പൈലറ്റും തമ്മിൽ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സേഫ് ആയിട്ട് ഒരു ഗോ ഓൺ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് പലപ്പോഴും ഇത് ക്ലോസ് ടു ദി ഗ്രൗണ്ട്, വളരെ നമ്മുടെ റൺവേയോട് ചേർന്നായിരിക്കും പലപ്പോഴും നമ്മൾ ഗോ റൗണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു ലോ ഓൾട്ടിറ്റ്യൂഡ് മെനുവർ ആയതുകൊണ്ട് ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് പൈലറ്റ് സ്കിൽ ഓൾസോ. അപ്പോൾ ഇങ്ങനെ പല ഫാക്ടേഴ്സ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ മാത്രമാണ് ഇതൊരു 100% സേഫ് മെനുവർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പൈലറ്റിന് സേഫ് ലാൻഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്. അപ്പോഴാണ് അദ്ദേഹം ഒരു ഗോ റൗണ്ട് ചെയ്യുന്നത്. എന്താണ് ഈ വേരിയസ് ഫാക്ടേഴ്സ്? മെയിൻലി വരുന്നത് വിസിബിലിറ്റിയാണ്. ചിലപ്പോൾ ഞാൻ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് റൺവേ കാണാൻ സാധിക്കും, ബട്ട് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ ബിക്കോസ് ഓഫ് ക്ലൗഡിങ്, ഫോഗ് അല്ലെങ്കിൽ മഴ, ഇത് കാരണം പെട്ടെന്ന് റൺവേ എൻ്റെ കണ്ണിൽ നിന്ന് മായുമ്പോൾ വി എക്സിക്യൂട്ട് ഗോ റൗണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വിൻ കമ്പോണൻ്റ് ആണ്. ഒരു പ്ലെയിൻ അതിൻ്റെ സർട്ടിഫൈഡ് ലിമിറ്റേഷൻ ഉണ്ട്. പലപ്പോഴും നമ്മുടെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വിൻ കമ്പോണൻറ്റ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ലിമിറ്റേഷന് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതായത് അപ്രോച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിൻ കമ്പോണൻറ്റ് നോർമലാണ്, ബട്ട് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും വിൻഡിൻ്റെ സ്പീഡ് കൂടി എൻ്റെ ലിമിറ്റേഷന് പുറത്ത് വരാം. ആ സമയത്തും പൈലറ്റ്സ് എക്സിക്യൂട്ട് ഗോ റൗണ്ട്. പിന്നെ വരുന്ന വിൻഷീർ എന്നൊരു വെതർ ഫിനോമിനാണ്. ഒരുപാട് ക്രാഷുകൾക്ക് കാരണമായിരിക്കുന്ന വിൻഷീർ എന്ന വെതർ ഫിനോമിനാണ്. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ, ഗൂഗിൾ ചെയ്താൽ അറിയാം. വിൻഷീർ പലപ്പോഴും പൈലറ്റ്സിന് വളരെ ചലഞ്ചിങ് ആണ്. ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ഗോ റൗണ്ട് ചെയ്യും. പിന്നീട് വരുന്നത് ടച്ച് ഡൗൺ സോൺ, അതായത് ഒരു റൺവേയുടെ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് എൻ്റെ എയർക്രാഫ്റ്റിന് മെയിൻ വീൽ ടച്ച് ചെയ്താൽ മാത്രമാണ് ഞാൻ ആ ലാൻഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തുമാണ് ഞാൻ വന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ പലപ്പോഴും ഞാൻ റൺവേ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. കാലിക്കറ്റ് ക്രാഷ് ഒരു എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് കോ പൈലറ്റും പൈലറ്റും തമ്മിൽ ഒരു കൺഫ്യൂഷൻ കോക്പിറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ് എനിക്ക് റൺവേ കാണാം, മേ ബി കോ പൈലറ്റിന് സൈഡിൽ ഒരു ക്ലൗഡിംഗ് ഉള്ള കാരണം കോ പൈലറ്റ് റൺവേ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സോ വെൻ ദർ ഇസ് എ കൺഫ്യൂഷൻ ഇൻ ദ കോക്പിറ്റ്, ആ കേസിൽ നമ്മൾ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യത്തില്ല, വീഡിയോ ഗോ ഓൺ. പിന്നെ വരുന്നത് ഒരു സ്റ്റെബിലൈസേഷൻ ക്രൈറ്റീരിയ എന്നൊരു കാര്യമാണ്. കുറച്ച് ടെക്നിക്കൽ ടേമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1000 ഫീറ്റിനുള്ളിൽ നമ്മൾ ഒരു സർട്ടൻ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിലും വി ഇനിഷ്യേറ്റ് ഗോ ഓൺ. ഒരു പൈലറ്റ് എന്നതിൽ പലപ്പോഴും എനിക്ക് കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നത്. അതിലൊരു ചോദ്യമാണ്, വൈ ഡു പൈലറ്റ്സ് ഗെറ്റ് പെയ്ഡ് സോ മച്ച്? എന്തിനാണ് പൈലറ്റ്സിന് ഇത്രയധികം സാലറി കൊടുക്കുന്നത്? ഒരു പൈലറ്റ് ഫ്ലൈങ്ങിനിടയിൽ എടുക്കുന്ന സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും പലപ്പോഴും ആ ഒരു ലാൻഡിങ്ങിനെ സേഫ് അല്ലെങ്കിൽ അൺസേഫ് ആക്കും. ഗോ ഓൺ പ്രൊസീജിയർ അതിൽപ്പെട്ട ഒന്നാണ്. ദുബായിൽ ഉണ്ടായിരുന്ന ഒരു ക്രാഷ്, ഇറ്റ് വാസ് പ്യൂർലി ബിക്കോസ് ദി ഗോ ഓൺ മെനു വാസ് നോട്ട് എക്സിക്യൂട്ടഡ് കറക്റ്റ്ലി. ഗോ ഓൺ പ്രൊസീജിയർ കറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ദുബായിലെ 777 ക്രാഷ് ആയത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 മേജർ ആക്സിഡൻറ്റ്സ് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലെയിം എനി പൈലറ്റ്സ്. ടച്ച് ഡൗൺ സോണിന് ശേഷം ലാൻഡിങ്ങിന് ശ്രമിച്ചുകൊണ്ടാണ്. ടച്ച് ഡൗൺ സോൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോ ഓൺ ചെയ്തത്. ഫോർ സം റീസൺ ദേ കണ്ടിന്യൂഡ് വിത്ത് ദ ലാൻഡിംഗ്. 2 ക്രാഷിനും റീസൺ ആയത് ആ ഒരു തീരുമാനമാണ്. സോ നാളെ നിങ്ങളിരിക്കുന്ന ഫ്ലൈറ്റിൽ ഒരു പൈലറ്റ് ഗോ റൗണ്ട് ചെയ്താൽ ഡോണ്ട് ബി സ്കെയർഡ്. ആ ഒരു ഡിസിഷൻ അദ്ദേഹം എടുക്കാൻ കാരണം അദ്ദേഹത്തിന് സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് മാത്രമാണ്, അല്ലാതെ പൈലറ്റ്സിനെ ലാൻഡ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടല്ല. താങ്ക് യു.